ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. ഇത് അഫ്ഗാനി മട്ടൺ പുലാവാണ്. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിനകത്ത് ആദ്യം മട്ടൻ്റെ കൂടെ തന്നെ മല്ലി എന്ന് വെച്ചാൽ പച്ചമല്ലിയും വറ്റൽമുളക്, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ഒരു 3-4 വിസിൽ കേൾക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇപ്പുറത്ത് വേറൊരു പാനിനകത്ത് എണ്ണയിൽ നന്നായിട്ട് ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് ആ ഗരം മസാലയുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ഇടുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് കുക്കറിനകത്തുള്ള ആ വെള്ളം മാറ്റിയിട്ട് മട്ടൺ മാത്രം ഇതിനകത്ത് ഇടാം. ഇട്ടിട്ട് അതിനകത്ത് ഒരു 2-3 സ്പൂണ് തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പിന്നെയും വഴറ്റണം. എന്നിട്ട് കുറച്ചും കൂടെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ആ വെള്ളം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് ജീരകശാല റൈസും കൂടെ ചേർത്തിട്ട് കുറച്ച് ഈ ഗരം മസാല പൗഡർ ഉണ്ടല്ലോ, ആ ഗരം മസാല പൗഡറും ഗീയും ചേർത്ത് അടച്ചു വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം കുറവാണെങ്കിൽ. കാരണം എനിക്ക് വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. ആ ഒരു കണക്കനുസരിച്ചിട്ട് ഞാൻ ഒഴിച്ചേക്കുന്നതായിരുന്നു. എന്നിട്ട് അപ്പോഴും നെയ്യ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇതിനകത്ത് മെയിൻ ആ ഒരു നെയ്യുടെ ടേസ്റ്റ് ഉണ്ടെങ്കിലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഒരു മാക്സിമം ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ റൈസ് നന്നായിട്ട് വെന്ത് വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അഫ്ഗാനി മട്ടൺ പുലാവ് റെഡി. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ.